ഹലോ, എല്ലാവർക്കും സിജയ് കമ്പിളി ബ്ലോഗ്സിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമെന്നായിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് കുക്കിംഗ് വീഡിയോ, പിന്നെ കുറച്ച് അല്ലാണ്ടുള്ള നമ്മുടെ ഒന്ന് പുറത്തൊക്കെ പോകണം അതിൻ്റെ ഒരു വീഡിയോ ഒക്കെയാണേ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. രാവിലെ ഇടിയപ്പമൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ എടുത്തില്ലേ. ഇപ്പോൾ നമുക്കൊരു ചെറിയൊരു ചിക്കൻ കറി ഉണ്ടാക്കണം. അപ്പം അതിൻ്റെ പരിപാടികളാണ്. അപ്പോൾ നമുക്ക് ഇത്രയും ദിവസം നൊയമ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നൊയമ്പിലായിരുന്നു. അപ്പം നമ്മൾ അതുകൊണ്ട് കറികളൊന്നും നമ്മൾ ഒന്നും ഉണ്ടാക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ പ്രീതിനെയും ശ്രീദേവിച്ചേച്ചനെ ഇപ്പം കാണുന്നില്ല. എന്ത് പറ്റിയാവും? ഞാനാണെങ്കിലും ഇങ്ങനെ കണ്ടിന്യൂസ് വീഡിയോ ഇടുന്നുണ്ടായിരുന്നില്ലേ, കുറച്ച് ഗ്യാപ്പൊക്കെ വന്നുപോയി. അപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കുറേ ദിവസമായി വന്നിട്ട്. അപ്പം ഇന്നാണ് നമുക്ക് അതിനുള്ള സമയം ഒത്തു വന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാമേ. അപ്പം ഞാൻ ദേ സവാളയൊക്കെ വഴറ്റി നമ്മൾ സാധാരണയൊക്കെ വെക്കണ പോലെ തന്നെ. അപ്പം ഞാൻ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. എന്നിട്ട് ഞാൻ ചിക്കനൊക്കെ എടുത്തിട്ട് നമ്മുടെ പെട്ടെന്ന് തന്നെ ചിക്കൻ കറി വെക്കാൻ പോവാണ്. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കുക്കിങ്ങിന് കയറിയത്. അപ്പോൾ കാത്തു അച്ഛനായിട്ടങ്ങ് പുറത്തൊക്കെ പോയി വന്നിട്ട് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. എന്തോ ഒക്കെ നോക്കി മൊബൈലിൽ നോക്കിയിരിക്കുക. ക്യാമറ ഞാൻ തിരിച്ചങ്ങോട്ട് വെച്ചേക്കണേന്ന്. പുള്ളിക്കാരി ഇതൊന്നും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. ബാഗൊക്കെ തൂക്കിയിട്ടിട്ട് അത് പടിയിരിക്കുക. അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിഞ്ഞ് ഒരു മോര് കറി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ എന്താ പറയുക, ക്യാബേജ് തോരൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ചിൻ്റെ കറികൾ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും ഒക്കെ വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഗ്രേവിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ശകലവും കൂടി ഞാൻ വെള്ളമൊന്ന് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഗ്രേവി വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ചൂടുവെള്ളം വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇനി അപ്പോൾ ഇന്നത്തെ താമസിച്ചാണ് ഞാൻ പറഞ്ഞില്ലേ കറിയൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇനി ഞങ്ങൾ ലഞ്ചൊക്കെ കഴിക്കാൻ പോവാണേ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നില്ല ഒന്ന് പുറത്ത് പോകണമെന്ന്. അപ്പം ഒന്നൊരു ബ്യൂട്ടി പാർലറിൽ വന്നാണ്. അവിടെ വന്നിട്ട് പിന്നെ മുടിയൊന്ന് വെട്ടണം. അപ്പോൾ അത് ഇതാണ് ഡീലക്സ് മെൻ ആൻഡ് വുമൺ ബ്യൂട്ടി ക്ലിനിക്. അത് നമ്മുടെ കഞ്ഞിക്കുഴിയിലാണ്. അപ്പോൾ ഇവർ നമ്മുടെ നൈബർ തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്നാണ് ഞങ്ങൾ മുടിയൊക്കെ കട്ട് ചെയ്യാറ്. അപ്പോൾ ഞാനെന്നാൽ എൻ്റെയും കൂടി ഒന്ന് കട്ട് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ഈ പാർലറിൽ വന്നാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വെട്ടും. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇവിടെ വന്ന് വേറൊരു സ്ഥലവും കൂടി ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ശ്രീജ, പുള്ളിക്കാരിയുടെ അടുത്ത് ഞാൻ പോകും. 2 സ്ഥലത്തും പോകാറുണ്ട്. അപ്പം കാത്തു എപ്പോഴും ഇവിടെയാണ് വെട്ടാറ്. അപ്പം ഇതാണ് വിശ്വനാഥൻ, ഈ കടയുടെ ഓണറാണ്. അപ്പം നമുക്ക് ലേഡീസും ഒക്കെ ഉണ്ട് കട്ട് ചെയ്യാനായിട്ട്. പക്ഷേ എപ്പോഴും ഞാൻ ഈ പുള്ളീനെ കൊണ്ടാണ് മുടി
എനിക്കെപ്പോഴും നല്ലതായിട്ട് നമുക്ക് ഓരോ ഇതുണ്ടാവില്ലേ, മുടി വെട്ടുമ്പോൾ പിന്നെ ചിലവർ വെട്ടുമ്പോൾ നമുക്ക് വളരത്തില്ല മുടി. പാർലറിൽ പോയാലും ഞാൻ അങ്ങനെയൊക്കെ നോക്കണ ആളാട്ടാ. പക്ഷേ എനിക്ക് എപ്പോഴും ഈ പുള്ളി തന്നെയാണ് വെട്ടുന്നത്. നല്ലതായിട്ട് പെട്ടെന്ന് മുടി വളരുകയും ചെയ്യും നമുക്ക്. പിന്നെ ഏറ്റവും നല്ല കോട്ടയത്തെ ഏറ്റവും നല്ല ടോപ്പ് സ്ഥലമാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം നിങ്ങൾക്ക്, കട എവിടെയാണെന്നൊക്കെ. അപ്പോൾ കാത്തു സാധാരണ ലെയറാണ് വെട്ടുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം കാത്തു എന്തോ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് സ്റ്റൈൽ വേണമെങ്കിലും നമ്മൾ ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കാത്തു എന്തോ പ്രിയങ്ക ചോപ്ര അങ്ങനത്തെ ആ പുള്ളിക്കാരി വെട്ടിയ ആ സ്റ്റൈലിലാണ് മുടി വെട്ടിയേക്കുന്നത്. അപ്പോൾ എന്ത് നമുക്ക് ഏത് സ്റ്റൈൽ വേണമെങ്കിലും ഒരു ഇത് നമ്മുടെ അതിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്താൽ മതി, അതുപോലെ തന്നെ വെട്ടിത്തരും. അപ്പോൾ അത് നമുക്ക് നല്ല ഉറപ്പുണ്ടേ. അപ്പോൾ അങ്ങനെ അപ്പോൾ ചേട്ടനാണ് ഞങ്ങളെ കൊണ്ടുപോയത്. എന്നിട്ട് ചേട്ടനവിടെ പുറത്ത് വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ വിളിച്ച് നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലേ നമുക്ക് ഈ അവിടെ ലേഡീസ് വേറെ വെട്ടുന്നൊക്കെ ഉണ്ട്. വേറെ അവിടെ ലേഡീസിൻ്റെ ജെൻസിൻ്റെ വേറെ വേറെയാണ്. പക്ഷെ നമുക്ക് ആരാണ് മുടി പിന്നെ വെട്ടണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എല്ലാവരും ഈ പുള്ളിനെ കൊണ്ട് തന്നെ വെട്ടിക്കുന്നത്. അപ്പോൾ നല്ലതായിട്ട് മുടി കട്ട് ചെയ്യും. പിന്നെ എല്ലാം ഉണ്ട് കേട്ടോ, എന്ത് ചെയ്യണമെങ്കിലും എല്ലാ സൗകര്യവും ഉണ്ട് ഇവിടെ. അപ്പോൾ പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ ജെൻസിൻ്റെ വേറെ ലേഡീസ് വേറെ അങ്ങനെയാണ്. അപ്പോൾ ഒത്തിരി സ്റ്റാഫും ഉണ്ട്. പിന്നെ നമുക്ക് 8 മണി വരെ ഉണ്ട് അവിടെ. അപ്പോൾ നമുക്കതുകൊണ്ട് നമുക്ക് സാധാരണ പാർലറൊക്കെ 6 മണിക്ക് അടച്ചു പോകില്ലേ, ഇതിപ്പോൾ നമുക്ക് 8 മണി വരെ ഉള്ളതുകൊണ്ട് എന്ത് വേണമെങ്കിലും നമുക്ക് ബുക്ക് ചെയ്തിട്ട് വേണം മുടി വെട്ടാൻ വേണ്ടി ചെല്ലാൻ, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ ലിങ്ക് ഇട്ടേക്കാം, പുള്ളിയുടെ ഫോൺ നമ്പറും ഒക്കെ ഇട്ടേക്കാം. അപ്പം നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. കോട്ടയത്തുകാർക്കൊക്കെ എളുപ്പമാണ്. അപ്പം ഞങ്ങളിപ്പോൾ ഒരു 8 മണിയായി കടയിൽ നിന്ന് പോകുന്നപ്പം. അപ്പം ഞാൻ എൻ്റെയും കൂടി വെട്ടണമെന്നും പറഞ്ഞാണ് ചെന്നത്. അപ്പോൾ പിന്നെ സമയമുണ്ടെങ്കിൽ വെട്ടാം, അല്ലെങ്കിൽ പിന്നെ 8 മണി കഴിഞ്ഞില്ലേ. അപ്പോൾ ഞങ്ങൾ 5 മണിക്കെന്നും പറഞ്ഞാണ് ബുക്ക് ചെയ്തായിരുന്നത്. അപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ ആ സമയത്ത് വേറെ സമയം പറഞ്ഞാൽ അതിൻ്റെ ആൾക്കാർ വരുവേ. അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് താമസം എന്നിട്ട് പിന്നെ കാത്തൂൻ്റെ മുടി വെട്ടിക്കഴിഞ്ഞ് പിന്നെയും വരണ്ടേ നമ്മൾ മുടി വെട്ടാൻ. പിന്നെ അങ്ങനെ എൻ്റെ മുടിയും കൂടി വെട്ടാനിരുന്നു. അപ്പോൾ കാത്തൂൻ്റെ മുടി വെട്ടിയിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും. നല്ല രസമുണ്ടായിരുന്നു വെട്ടിയിട്ട്. അങ്ങനെ അതേ അടുത്ത് എൻ്റെ മുടി വെട്ടാനിരുന്ന്. അപ്പോൾ ഈ ചുരുണ്ട മുടിയായതുകൊണ്ട് നമ്മുടെ മുടി, അപ്പോൾ എന്നോട് പറഞ്ഞു മുടി വാഷ് ചെയ്യണമായിരുന്നു പറഞ്ഞു. പിന്നെ കുറേ വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത്. അപ്പോൾ ഞാൻ ഇപ്പോൾ മുടി വെട്ടിയിട്ട് ഇപ്പോൾ 1 വർഷം കണ്ടും കഴിഞ്ഞു. അപ്പോൾ എന്നോട് ചോദിക്കണമായിരുന്നു ഇത്ര ലേറ്റായത് എന്താണ്. അപ്പം ഞാൻ വിചാരിച്ചത് എന്നാന്ന് വെച്ചാൽ മുടി വെട്ടിക്കഴിഞ്ഞപ്പോൾ ഇന്ന് വളരട്ടെ എന്നും പറഞ്ഞാണ് വെയിറ്റ് ചെയ്ത് നിന്നത്. ഇങ്ങനെ എനിക്ക് പിന്നെ എപ്പോഴും ഞാനിങ്ങനെ ലെയറാണ് അടിക്കാറ്. അപ്പം നമുക്ക് കുറേ ഇങ്ങനെ മുടി ഇങ്ങനെ വളർന്ന് ഇങ്ങനെ ആകെ ഷേപ്പ്ലെസ് ആവും. അപ്പം എനിക്ക് ദേഷ്യം വരും. അപ്പം എനിക്ക് വെട്ടിയേ മതിയാവും. ഇപ്പം നമ്മുടെ ജയ വെറൈറ്റി ബ്ലോഗ്സിൽ ജിജി ഉണ്ടായ എന്നാ തല്ലിക്കൊല്ലും. എന്നോട് പറഞ്ഞു നീ മുടി വെട്ടായിരുന്നാ പറഞ്ഞു. പക്ഷേ ഞാൻ ഇറക്കമൊന്നും കളഞ്ഞില്ലേ മുടിയുടെ, അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഈ മുടി എത്ര ഇതാക്കിയാലും നീളം തോന്നത്തില്ലല്ലോ.
അപ്പോൾ എൻ്റെ മുടി വെട്ടിയിട്ടും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്. അപ്പോൾ കോട്ടയത്തുള്ളവരെന്ന് പറയാൻ ജോമ കോട്ടയത്താണ്. ജോമ മുടിയൊക്കെ കെട്ടിയാറ് ഉണ്ടല്ലോ. അപ്പം ഞാൻ ജോമേനോട് പറയുവാണ്, വേറെ നമ്മുടെ ഇപ്പോൾ കോട്ടയത്ത് ഇപ്പം അടുത്ത അങ്ങനെ ആരുമില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഉള്ളവരാണെങ്കിൽ പോയി നമ്മുടെ ഡീലക്സ് ബ്യൂട്ടി പാർലറിൽ പോകണം. അപ്പോൾ നല്ല ഹെയർ കട്ടിങ്ങും ബാക്കിയെല്ലാം ലേഡീസിൻ്റെ തന്നെ നമുക്ക് എന്താ പറയുക ഫേഷ്യൽ സ്പാ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തു തരും. അപ്പോൾ എല്ലാവരും ചെല്ലണം. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഒന്ന് മുടിയുടെ അടിയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എപ്പോഴും നല്ലതാണ്. കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ എൻ്റെ മുടി ഇങ്ങനെ നീണ്ട് വന്നപ്പോൾ ഒന്ന് അടി കട്ട് ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ടിരിക്കണേയായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമേ ചുമ്മാ ഒന്ന് നീളം ഒന്ന് കുറച്ചിട്ടാൽ മതിയെന്ന് വിചാരിച്ചു. പിന്നെ ഈ ചുരുണ്ട മുടിക്കാരുടെ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിങ്ങനെ പറന്നിരിക്കും മുടി. അത് ചുരുണ്ട മുടിക്കാർക്കൊക്കെ മനസ്സിലാവും. അപ്പോൾ അവർക്ക് സംബന്ധിച്ച് ലെയർ വെട്ടിയിട്ട് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ടിരിക്കും. അതുകൊണ്ടാണ് മെയിനായിട്ട് ലെയർ വെട്ടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.